വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ശിവരാത്രിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ശിവരാത്രി ദിനാശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞങ്ങളുടെ കാവിലെ പൂജയാണ്. അപ്പം അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ എൻ്റെ മുടിയെ ഞാൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നുള്ള ആ കാര്യവും പിന്നെ നമ്മുടെ കുഞ്ഞിപ്പാചകവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കാവിലെ തളിച്ചോട. അപ്പോൾ എന്താ കാവെല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കിയൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ശിവരാത്രി ആയതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇനി ഈ തളിച്ചുകൊടയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനൊന്ന് ടൗണിലൊക്കെ പോകണം. പിന്നെ തിരുമേനി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, രവിചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇല്ലെങ്കിൽ രവിചേട്ടൻ്റെ മൂത്ത പെങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ചേച്ചിക്ക് വയ്യ, അതുകൊണ്ട് ഇപ്പം ഞാനാണ് ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ രവിചേട്ടന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് ഞാൻ ചെയ്യും കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഈ സർപ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പേടിയുള്ള ഒരാളാണ്. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അത്രയ്ക്ക് ശുദ്ധിയായിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെയാണ് ഇന്ന് അടുക്കള കയറി. ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് വ്രതമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുറച്ച് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. അപ്പം നമ്മുടെ കാവിലെ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം രവിചേട്ടൻ പോയി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഇതിനകത്ത് കരിക്കാണത്, 2 കരിക്കും ഒരു തേങ്ങ. പിന്നെ ഇത് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചാൽ തിരുമേനിക്ക് പാലും പഴവും ഇങ്ങനെ നേദിക്കാനും പിന്നെ നമ്മുടെ കർപ്പൂരമൊക്കെ കത്തിക്കാനും ഒക്കെ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഈ പ്ലേറ്റൊക്കെ ഇതാണ് കമുകിൻ്റെ പൂക്കലയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം കേട്ടോ. കമുകിൻ്റെ പൂക്കല ഇന്നലെ ഇവിടെ നമ്മളിവിടെ കാവ് വൃത്തിയാക്കാൻ വന്ന പുള്ളിയെ കൊണ്ട് കമുകയെന്ന് എടുപ്പിച്ചാണ് 2 പൂക്കല. ഇത് കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ. കമുകളുള്ളിടത്തല്ലേ കിട്ടത്തുള്ളൂ. ഇത് പിന്നെ തിരുമേനി ഇരിക്കാനുള്ളൊരു പലക വാങ്ങിച്ചു, ആവണിപ്പലകയാണ് ഇത്. പക്ഷേ ആവണിപ്പലകയല്ല, ഇതിപ്പോൾ സാധാരണ ഒരു പലക വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. പുതിയതാട്ടോ. ഇത് 200 രൂപയല്ലേ, 200 രൂപയല്ലേ പ്ലാവിൻ്റെയോ? പ്ലാവിൻ്റെയാണ് കേട്ടോ. ശരി, അതെ. നല്ല പണ്ടൊക്കെ എല്ലാ വീട്ടിലും പലകയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിലൊന്നും പലകയൊന്നും ഇല്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് റോസപ്പൂ കേട്ടോ. നമ്മുടെ പൂവിന് ആവശ്യമുണ്ട്. പണ്ട് ഞങ്ങൾ അരളിയായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അരളി ഇല്ലല്ലോ, അരളി വിഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരളിപ്പൂവില്ല. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യമൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ വന്ന് പഠിച്ചാണ്. ഇതിനകത്ത് ഇതായത് 7 ഈർക്കിലിയുണ്ട്. 7 പച്ച ഈർക്കിലി വേണം കേട്ടോ. പച്ച ഈർക്കിലി ഇതുപോലെ നമ്മൾ ഈ തുണി ഇങ്ങനെ ചുറ്റിയിട്ട് വയ്ക്കും. ഇവർ പണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിവിടെ വന്ന് ഇതൊക്കെ കണ്ടുള്ള ഇതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെയില്ല. അപ്പം എന്താ, ഇത് പഴമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ പന്തം വേണം കേട്ടോ. അതാണൊരു ചെറിയ മടലെടുത്തിട്ട് അതിൽ ചുറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ജോയിച്ചേട്ടൻ തന്നെ പഠിപ്പിച്ചത്. പിന്നെ എല്ലാം 7 കണക്കാണ് കേട്ടോ. അതെന്താ കാര്യമെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് തന്നെ. ഇതല്ല, ഇത് പാളയാണ്. പാള നമ്മളിങ്ങനെ ചെത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ് 7 പാള. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിപ്പൊടിയാണ്. പിന്നെ ഇത് മഞ്ഞപ്പൊടി. പിന്നെ ഇതിനകത്ത് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ. ഇതുണ്ടോ, ഈ വേറൊരു കാര്യമാണ് പ്ലാവല. കണ്ടോ, പ്ലാവല കുത്തിയിരിക്കുന്നത് നോക്കിക്കേ എങ്ങനെയാണെന്ന്. കണ്ടോ, പ്ലാവല കുത്തിയിരിക്കുന്ന കണ്ട എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇത് ഇപ്പം നമ്മൾ ഈർക്കിലി വെച്ചല്ല ഇത് കുത്തുന്നത്. ഈ പ്ലാവലയുടെ ഞെട്ടുണ്ടല്ലോ, ഈ ഞെട്ട് തന്നെ വെച്ചാണ് ഇത് കുത്തിയിരിക്കുന്നത്. ഞാനാണ് ഇതൊക്കെ കുത്തിയിരിക്കുന്നത് കേട്ടോ. കുത്തി ഞാൻ പറയും, ഭഗവാനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ തപ്പത്തന്മാരെ എന്നൊക്കെ ഞാൻ പറയും.
എനിക്ക് പേടിയായതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് ചന്ദനത്തിരി, പിന്നെ ദക്ഷിണ കൊടുക്കാനുള്ള പാക്കും ഒക്കെ. പിന്നെ ഇതാ എൻ്റെ കിണ്ടി ഉണ്ടാവും. കിണ്ടിയൊക്കെ രാവിലെ തേച്ച് മിനുക്കി ഞാൻ വെച്ചിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ വിളക്ക്, ഇതാ വിളക്ക് നോക്കിക്കുക. എൻ്റെ വിളക്ക് കണ്ട സ്വർണം പോലെ തിളങ്ങുന്നില്ലേ? ഈ വിളക്ക് വർഷങ്ങൾ പഴക്കമുള്ള വിളക്കാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പുതിയ വിളക്കാണല്ല, വർഷങ്ങൾ പഴക്കമുള്ള വിളക്കാണ്. ഇത് ഞാൻ നാരങ്ങത്തൊണ്ടിട്ട് തേച്ച് 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 ഇതാ ഇങ്ങനെ സ്വർണം പോലെ ആക്കിയത് കേട്ടോ. ഇങ്ങനെ സ്വർണം പോലെ ആവും നാരങ്ങത്തൊണ്ടിട്ട് തേച്ച് കഴിഞ്ഞാൽ. എല്ലാ ദിവസവും കത്തിക്കുന്ന വിളക്കല്ല, ഞാൻ എല്ലാ ദിവസവും വിളക്ക് തേക്കും. അപ്പം അത് വിളക്കും റെഡിയാക്കി വെച്ചു. ഇനി തിരുമേനി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അതിന് മുന്നേ വരുമായിരിക്കും, നമുക്കറിയില്ല. വരുമ്പം വരട്ടെ. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് തിരുമേനിക്ക് വെള്ളം എടുക്കാനുള്ള ഒരു പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കാര്യത്തിലൊന്നും ഇനി ഒരു കുഴപ്പമില്ല, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണ്. തിരുമേനി വരുമ്പോൾ നമ്മൾ കാവിലോട്ട് പോകും. കാവ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി പോകുമ്പോൾ ഞാൻ എടുക്കാം കേട്ടോ. ഞങ്ങൾ കാവിലേക്ക് പോവുകയാണ്. അപ്പം ഇതാ പൂജയൊക്കെ കഴിഞ്ഞു. പൂജ ഞാൻ എടുത്തില്ല കേട്ടോ. അത് എടുക്കുന്നത് ശരിയല്ലല്ലോ എന്നോർത്താണ് പൂജ ചെയ്യുന്ന എടുക്കാഞ്ഞത്. അപ്പം നമ്മുടെ ചേട്ടൻ്റെ പെങ്ങളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം രാവിലെ നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. രാവിലെ ഉപ്പുമാവും പഴമായിരുന്നു. എളുപ്പമുള്ള കാര്യമായിരുന്നു ഉപ്പുമാവും പഴവും അല്ലേ. അപ്പം ഇനിയിപ്പം ഉച്ചയ്ക്ക് ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പം അത് നമുക്ക് ഒഴിച്ചുകറിയായിട്ട് എടുക്കാം. പിന്നെ ലൈറ്ററാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നില്ല, എവിടെ പോയി ഇരിപ്പുണ്ട്. അപ്പം സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തില് ഒരു പാവയ്ക്ക മെഴുകുവരട്ടി വെക്കാന്ന് ഓർത്തിട്ട് പാവയ്ക്ക എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാവയ്ക്കയും ചെറിയൊരു സവോളയും പച്ചമുളകും 2-3 കഷ്ണം തേങ്ങാക്കൊത്തും കൂടെ ഒക്കെ ഇട്ട് നമ്മുടെ ഒരു മെഴുകുവരട്ടി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് തൈര് ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഞാൻ ഓർത്തൊരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാന്ന് വെച്ചിട്ട് തേങ്ങയും മാങ്ങയും പിന്നെ പച്ചമുളകും കാന്താരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ കാന്താരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു സാദാ ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പൊ സാമ്പാർ എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല. ശിവരാത്രി വ്രതം ഉള്ളവർ എത്ര പേരുണ്ട്? എനിക്കുണ്ട്. അപ്പം നമുക്ക് തലേദിവസത്തെ കറിയൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല. തലേദിവസത്തെ ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ ഉച്ചയ്ക്ക് ഒരു നേരമല്ലേ നമുക്ക് അരിയാഹാരം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഞാന് ഇതൊക്കെ ഇന്ന് കൊണ്ട് ഒപ്പിക്കാന്ന് വിചാരിച്ചു. ചേട്ടന് കുറച്ച് സാമ്പാർ ഇന്നലത്തെ ഇരിപ്പുണ്ട്. സാമ്പാറും പാവയ്ക്ക മെഴുകുവരട്ടിയും മാങ്ങ ചമ്മന്തിയും തൈരും പോരെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പപ്പടവും കൂടെ കാച്ചി കഴിഞ്ഞാല് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിയും. അപ്പൊ ഞാൻ ഈ ചമ്മന്തിയൊക്കെ അരച്ചോണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടിയെ സംരക്ഷിക്കുന്നതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. ഇന്നാള് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ അത് നേരത്തെ ഇട്ട വീഡിയോ ആണ്. അപ്പൊ ഇപ്പം ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നുകൊണ്ട് അവർക്ക് അറിയത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് പറയുവാണ് ഞാൻ. എപ്പോഴും നമ്മൾ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം രാവിലെ തൊട്ടുള്ളത് പറയാം. ഞാൻ ചെയ്യുന്നത് രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ കുളിക്കും. പ്രത്യേകിച്ച് ഈ വ്ളോഗൊക്കെ ചെയ്യാനൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ കുളിച്ചില്ലെങ്കിൽ ശരിയാത്തില്ല. രാവിലെ കുളിക്കും. കുളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ മുടി ഇങ്ങനെ 2 സൈഡിലോട്ട് ഇടും. അപ്പം കുളിക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പൊ തലയിലേക്ക് നമ്മൾ എണ്ണ തേക്കും. നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നമ്മുടെ തലയിലോട്ട് ശകലം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതുപോലെ തേക്കണം, എന്നാലേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ മുടിക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ തേക്കുക. 2 സൈഡും നന്നായിട്ട് തേക്കുക. എന്നിട്ട് കുളിക്കുക. കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മുടി ഒന്ന് നന്നായിട്ട് തോർത്തിയതിന് ശേഷം ഉണങ്ങിയ തോർത്തിട്ട് നന്നായിട്ട് കെട്ടിവെക്കുക. വെള്ളം ഫുള്ള് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുടി 2 സൈഡിലേക്കും ഇതേമാതിരി ഇടുക. 2 സൈഡിലേക്ക് ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ട്, അതായത് ചീപ്പ് ഉപയോഗിക്കാൻ പാടില്ല, കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ നമ്മുടെ മുടിയിലെ ഉടക്ക് ഇതേമാതിരി നന്നായിട്ട് കളഞ്ഞെടുക്കുക. നല്ല പോലെ കളഞ്ഞെടുക്കുക. പിന്നെ അപ്പം നമ്മുടെ മുടിയിൽ ഉടക്കില്ലാന്ന് തന്നെ നമുക്ക് തോന്നും. അതുപോലെ കളഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും കളഞ്ഞെടുക്കുക. കണ്ട, ഇതുപോലെ തന്നെ കളഞ്ഞെടുക്കുക. കളഞ്ഞെടുത്തതിന് ശേഷം മുടി കെട്ടാൻ പാടില്ല. അപ്പം മുടിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമ്മൾ കുളിപ്പിന്നൽ എന്നൊക്കെ പറയത്തില്ലേ, ആ പിന്നല് പിന്നെ അങ്ങ് ഇടുക മുടി കേട്ടോ. ഉണങ്ങാതെ പിന്നെ ചീകരുത്. പിന്നെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉടക്കൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ പല്ല് അകലമുള്ള ചീപ്പ് കൊണ്ട് മുടി നന്നായിട്ട് ചീകി കൊടുക്കുക.
ചീകി കൊടുത്തതിന് ശേഷം നിങ്ങൾ കെട്ടിവെക്കുകയോ പിന്നി ഇടുകയോ ചെയ്യുക. അപ്പൊ രാത്രിയിൽ അതുപോലെ തന്നെ വൈകിട്ടും മുടി നന്നായിട്ട് ചീകുക. ഉടക്ക് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചെയ്യുക. ചീകിയിട്ട് കെട്ടിവെച്ചോ പിന്നിയിട്ടോ മാത്രമേ നമ്മൾ കിടക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ മുടിയുടെ അറ്റമൊക്കെ ഈ നമ്മുടെ ബെഡിൽ കിടന്നിട്ട് മുടിയുടെ അറ്റം ഇങ്ങനെ പൊട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോളിയം ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടി ഫുള്ള് പൊഴിഞ്ഞു പോകും, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല എന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഇതുകൊണ്ട് ഞാൻ ഈ വോളിയം സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒരു ഒന്നര വർഷത്തിൽ കൂടുതലായി. ഇതുവരെയും എൻ്റെ മുടിക്ക് ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പവും ഇല്ല. ഇനി എനിക്കറിയത്തില്ല, മുന്നോട്ടും പൊഴിയാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന, അല്ലെ? അപ്പം സ്ട്രെയിറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് എനിക്കറിയത്തില്ല, ഞാനിവിടെ ചെയ്തെടുത്ത് അങ്ങനെ മുടി ആരുടെയും തന്നെ അവിടെ ചെയ്തവരുടെ ആരുടെയും മുടി അങ്ങനെ പൊഴിഞ്ഞിട്ടില്ല. എനിക്ക് കുറേ പേരെ അറിയാം, അവർ പറഞ്ഞ് അങ്ങനെ പൊഴിഞ്ഞിട്ടില്ല എന്ന്. അതുപോലെ തന്നെ എൻ്റെ മുടിയും പൊഴിഞ്ഞിട്ടില്ല. എൻ്റെ മുടി ശരിക്കും ഇത്രയും മുടിയൊന്നും ഇല്ലായിരുന്നു. എൻ്റെ നേരത്തെ ഇത് ചെയ്ത ഉടനെ ഉള്ള വീഡിയോ ഞാൻ ഷോർട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുടി വളർന്നോ ഇല്ലയോ എന്ന് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ പിന്നെ പാക്ക് ഇടുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് ഏതാ യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാക്ക് തിരഞ്ഞെടുത്ത് നമ്മൾ ഇടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മുടി പൊഴിച്ചിലുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഭയങ്കര മുടിയേ ഇല്ലായിരുന്നു, മൊത്തം പൊഴിഞ്ഞു പോയ മുടിയാണിത്. അപ്പോഴത്തേക്കും അപ്പൊ മുട്ട തേക്കുന്ന കാര്യം പറഞ്ഞ, അപ്പൊ ഞാൻ അങ്ങനെ ഈ മുടി പൊഴിച്ചിൽ തുടങ്ങിയപ്പോ തന്നെ മുട്ട തേച്ചായിരുന്നു. മുട്ട തേച്ചിട്ട് ഈ പൊഴിച്ചിൽ നിൽക്കുന്നിടം വരെ ഞാൻ എല്ലാ ദിവസവും മുട്ടയുടെ ടിപ്സ് ചെയ്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ആ പൊഴിച്ചിൽ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞാൻ ആഴ്ചയിൽ 2 or 3 ഒക്കെ ആക്കാനായിട്ട് തുടങ്ങി. പിന്നെയാണ് എനിക്ക് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തേക്കാം, എന്തായാലും ഇത് മുഴുവൻ പോകുന്നെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ വരുന്നെങ്കിൽ വരട്ടെ, അങ്ങനെ വെച്ചിട്ടാണ് ഇത് പോയി ചെയ്തത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പം കുഴപ്പമൊന്നും എനിക്ക് വന്നില്ല. അപ്പൊ അതുപോലെ നമ്മുടെ തലയില് താരനുണ്ടെങ്കിലും നമ്മുടെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോകും, നന്നായിട്ട് ചൊറിയും, അല്ലെ? താരനുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ താരൻ ഈ പിരിയത്തേലും കണ്ണിന്റെ പീലിലും എല്ലാം വരും. ഞാൻ അന്ന് താരനുള്ള ഒരു ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാരങ്ങ മുറിച്ച് തലയെ തേച്ച് കഴിഞ്ഞാൽ താരൻ മാറും എന്ന് പറഞ്ഞിട്ട് ടിപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നാരങ്ങ തേച്ച് കഴിഞ്ഞാൽ മുടി നരയ്ക്കും എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് 1 or 2 ദിവസം നാരങ്ങ തേച്ചെന്ന് ഓർത്തിട്ട് മുടി മുഴുവൻ നരച്ചൊന്നും പോകത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ മോന്റെ തലയെ തേച്ച് കൊടുത്തതാണ്, പക്ഷെ അവനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ മുടിയുടെ സംരക്ഷണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എപ്പോഴും ഇതൊക്കെ തന്നെ പറയുന്നല്ലേ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് മുടി ഇങ്ങനെ വെട്ടിയിട്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ തോന്നുന്നില്ല വലിയ സ്റ്റൈലൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഈ പൊറോട്ട് ഞാൻ ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിങ്ങനെ കെട്ടി വെക്കുമ്പോഴത്തേക്കും ഒരു രസമല്ലേ എന്ന് ഓർത്തിട്ട് ഇതാ ഇങ്ങനെ വെട്ടിയിട്ടതാണ്. ഈ സൈഡിലും ഉണ്ട്. പക്ഷെ ഞാനതുണ്ടല്ലോ മുടി കെട്ടി വെക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ അകത്ത് ഇങ്ങനെ ഇതും കൂടെ ചേർത്ത് വെച്ചിട്ടൊക്കെ കെട്ടുന്നത്. അന്നേരത്തെ ഒരു വട്ടിന് ഓരോന്നൊക്കെ കാണിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് തോന്നും വേണ്ടിയിരുന്നില്ലായിരുന്നു, അയ്യോ ആ മുടിയുടെ അത്രയും നീളം കുറഞ്ഞല്ലോ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. പിന്നെ കുഴപ്പമില്ലത്, ഇത് പെട്ടെന്ന് വളർന്നോളും കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, കണ്ടിച്ചിട്ട മുടിയാണ് ഇത്. കണ്ടിച്ചിട്ടില്ലേ, കുറച്ച് ദിവസമേ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് വളരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഇത്രേ ഉള്ളായിരുന്നു, ഇപ്പൊ ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹെയർ ടിപ്സ് ഒക്കെ ഇങ്ങനെ ചെയ്തൊക്കെയാണ് നമ്മുടെ മുടി വളരുന്നത്. അതുപോലെ മുടിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. മുടി സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വളരും. ചിലവരുണ്ട് ചീകത്തുമില്ല, ഒന്നുമില്ല, കുളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങ് ഇട്ടേച്ച് ഒറ്റ പോക്കാണ്. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരത്തില്ല. അതുപോലെ നനഞ്ഞ മുടി കെട്ടിവെച്ച് കഴിയുമ്പോൾ ചില മുടിയേല് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, മുടി എപ്പ പോയെന്ന് ചോദിച്ചാൽ മതി. ചില മുടിക്കാണ് അങ്ങനെ. പക്ഷെ എന്റെ മുടിയൊക്കെ നനഞ്ഞാലും ഒന്ന് നമ്മൾ കെട്ടിവെച്ച് കഴിഞ്ഞാലും കായൊന്നും വരത്തില്ല. ചിലവരുടെ മുടിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കെട്ടിവെച്ചാൽ മതി, വരും. അപ്പൊ ആ പോകാൻ, മുടിയിലെ എങ്ങനെ പോകാം എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പറയാൻ വയ്യാത്തവരെല്ലാം അത് പോയി ഒന്ന് നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ മുടി സംരക്ഷണമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടോ, അപ്പൊ ഇങ്ങനെ എല്ലാവരും മുടി ഒന്ന് സംരക്ഷിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ മുടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. നമ്മൾ ആഹാരം കഴിക്കുന്നില്ലേ, നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പോഷകങ്ങളുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ മുടി ഉറപ്പായിട്ടും വളരും.
അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുടി വളരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പാരമ്പര്യമാണ് മുടി എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, മുടി ഇങ്ങോട്ട് പനങ്കൊല പോലെ വളരുമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമുക്ക് മുടിക്ക് ഒരു തിക്നെസ്സും മുടി ഉള്ളതൊക്കെ പോകാതിരിക്കുകയും നല്ല ഉള്ളു വെക്കുകയും ഒക്കെ ചെയ്യും. അല്ലാണ്ട് പനങ്കോല പോലെ വളരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അത് വിചാരിക്കരുത് കേട്ടോ. പനങ്കോല പോലെ വല്ലവർക്കും അപൂർവമൊക്കെ ഉള്ളു മുടി, അല്ലാണ്ട് എല്ലാവർക്കും ഇല്ല. പക്ഷെ നമ്മൾ ഉള്ള മുടിയെ നമ്മൾ സംരക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ മുടി വളരുകയും ചെയ്യും, നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും. അല്ലാണ്ട് കുറേ ഇങ്ങനെ നീളം വരുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഇതുപോലൊക്കെ മുടി സംരക്ഷണം നടത്തണം കേട്ടോ. ഇപ്പൊ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.